ഈ മഴയത്ത് ജാതിപത്രി ഉണക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ജാതിക്ക മൊത്തം പെറുക്കിക്കൊണ്ട് വന്ന് അന്ന് തന്നെ ഒരു ബക്കറ്റ് കുറച്ച് വെള്ളം എടുത്ത് അതിൽ കുതിർത്തിയിട്ട്, ജാതിക്ക നമ്മൾ കുതിർത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാതിപത്രിയും ജാതിക്കയും നമ്മൾ വേർതിരിക്കാനായിട്ട് കുറച്ച് എളുപ്പമുണ്ടോ. അതിനുശേഷം ജസ്റ്റ് വെയിലത്ത് വെച്ച് ഉണക്കി, എന്നിട്ട് എയർ ഫ്രയറിലാണ് അത് ഡ്രൈ ചെയ്തെടുത്തത്. ഒരു 100 ഡിഗ്രി സെൽഷ്യസിലാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഡ്രൈ ചെയ്തെടുത്തത്. അത് നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും നമുക്ക്. ഇത് തന്നെ ഓവൻ ഉണ്ടെങ്കിൽ ഓവൻ വെച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് എയർ ഫ്രയറിൽ നമുക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. ജാതിപത്രി നല്ല വൃത്തിയായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടി. എന്തായാലും ഈ ഒരു രീതിയിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റും. ജാതിപത്രി ഒത്തിരി ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നതും, അതുപോലെ നമ്മുടെ ഫുഡിൽ നല്ല ഫ്ലേവേഴ്സ് വരുത്തുന്നതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സ്ഥിരമായിട്ട് നമ്മുടെ ജാതി മരങ്ങളെ കണ്ടുവരുന്ന നട്ട്മക്കിളിൻ്റെ അകത്തുള്ള ഒരു സീഡും അതിന് പുറത്തുള്ള ഇതാണ് മെയ്സ് എന്നാണ് ഇതിന് പറയും. എന്തായാലും എയർ ഫ്രയറിൽ നമുക്ക് ജാതിപത്രി വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും.